ഡീറ്റെയിലായിട്ട് അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നോക്കിക്കോളൂ. അപ്പോൾ എഴുതിക്കോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഹെഡിങ് എഴുതാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഫോംസ് ഓഫ് എനർജി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയിൽ ഒന്ന് എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. സോളാർ എനർജി. സോളാർ എനർജിയാണ്. സോളാർ എനർജിയെ പറ്റി പറയുകയാണെങ്കിൽ സോളാർ എനർജി എന്ന് പറയുമ്പോൾ എനർജി റേഡിയേറ്റഡ് ഔട്ട് ബൈ സണ്ണാണ്. അതും എഴുതിക്കോ. ദി എനർജി റേഡിയേറ്റഡ് ഔട്ട് ബൈ സൺ. ശരിക്കും നമുക്കറിയാം സോളാർ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ്ലി നമുക്ക് വർക്കാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ, അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോളാർ എനർജി കനോട്ട് ബി പുട്ട് ടു വർക്ക് ഡയറക്ട്ലി ബിക്കോസ് ഇറ്റ് ഈസ് ടു ഡിഫ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അവൈലബിൾ യൂണിഫോംലി. അതായത് സോളാർ എനർജിയെ ഡിഫ്യൂസ്ഡ് ഫോമിലായിരിക്കും. ഡിഫ്യൂസ്ഡ് ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അറിയാമല്ലോ സണ്ണിൻ്റെ എനർജി എന്താ, അതായത് സ്കാറ്റേർഡ് ആയിട്ടല്ലേ കിടക്കുന്നത് സണ്ണിൻ്റെ എനർജി. അപ്പോൾ നമുക്കതാണ് ഡിഫ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പം അതൊരിക്കലും നമുക്ക് അങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല എപ്പോഴും യൂണിഫോംലി അവൈലബിൾ അല്ലല്ലോ. ഇപ്പം നമുക്ക് ഇപ്പോൾ മഴ സീസണാണ്. മഴ സീസൺ വരുന്ന സമയത്ത് വെയിലിൻ്റെ തോത് വളരെ കുറവായിരിക്കും, മനസ്സിലായോ? അപ്പം അങ്ങനെ അല്ലാതെ സൂര്യനില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, however a number of devices such as solar panel, solar furnace, solar cells etc. have been invented to make use of solar energy. അപ്പം സോളാർ എനർജി എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. അത് അതിൻ്റെ യൂണിഫോമിറ്റി വളരെ കുറവാണ്. അതായത് യൂണിഫോം അവൈലബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല അത് ഡിഫ്യൂസ്ഡ് ഫോമിലായതുകൊണ്ട് അതിനെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് നമുക്ക് കുറേ ഡിവൈസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സോളാർ പാനൽ. ആ സോളാർ പാനലിനെ പറ്റി നമുക്ക് ഒന്ന് എഴുതാം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് പെയിൻറ്റഡ് മെറ്റൽ സർഫസ്. പെയിൻറ്റഡ് മെറ്റൽ സർഫസ് which absorbs the sun's energy and heat water in contact. അതേപോലെ തന്നെ സോളാർ ഫർണസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു മിററാണ്. അതായത് പാരബോളിക് മിറർ ഈസ് used to focus sun's rays on a small area so that a high temperature is achieved. is achieved. അങ്ങനെ നമുക്ക് ഒരു പോയിന്റിലോട്ട് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിൽ ചെയ്തിട്ട് അതുവഴി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമുക്ക് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. അതും ബാക്കിയൂടെ അങ്ങോട്ട് എഴുതുകയാണ്. thus by keeping water at the focus of mirror. Water can be boiled to produce steam and steam then can be used to drive the turbine of electric generator
ആൻഡ് ഹെൻസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇനിയും സോളാർ സെല്ലുകളുണ്ട്. അതായത് സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണിൻ്റെ എനർജി അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ഒരു 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 എന്താ ഒരു ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. അപ്പോൾ ആ സർഫസിൽ സൂര്യൻ്റെ വെട്ടം വന്ന് വീഴുമ്പോൾ ആ സർഫസ് ചൂടാവും. ആ സർഫസിന് ഇപ്പുറത്തെ ഭാഗത്ത് വാട്ടർ ഉണ്ട്. ആ വാട്ടർ ചൂടായിട്ട് എന്ത് സംഭവിക്കും? അതിന് വേണ്ട ഹീറ്റ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ ഫർണസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരബോളിക് മിററുണ്ട്. ആ പാരബോളിക് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് അവരെന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും. ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് വെള്ളം വെക്കും. വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ സ്റ്റീം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ടർബൈൻസ് മീൻസ് ഫാൻസ് ആണ്. ആ ഫാൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കാനുള്ള പ്രവർത്തനം അവിടെ നമ്മുടെ ജനറേറ്ററിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണ് സോളാർ ഫർണസ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. മൂന്നാമത് പറയുമ്പോൾ സോളാർ സെല്ലാണ്. സോളാർ സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? സോളാർ എനർജിയെ ഡയറക്റ്റ്ലി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യൂസ്ഡ് ടു കൺവേർട്ട് സോളാർ എനർജി ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദീസ് സെൽസ് ആർ മെയ്ഡ് ഫ്രം തിൻ സ്ലൈസ് ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. അത് ഒന്ന് ഓർത്ത് വെച്ചോണേ. അതായത് ഈ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെമി കണ്ടക്ടിങ് മെറ്റീരിയലിൽ നിന്നാണ്. സെമി കണ്ടക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചില ആൾക്കാർ അതായത് നമുക്കിപ്പം നാച്ചുറലായിട്ടുള്ള സെമി കണ്ടക്ടർ ഉണ്ട്. സിലിക്കണ്, ജെർമേനിയം, ഗാലിയം, അങ്ങനെയുള്ള കുറേ നാച്ചുറലായിട്ടുള്ള സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടക്ടറാണ്, എന്നാൽ അത് ചില സമയത്ത് ഇൻസുലേറ്ററായിട്ടും ചില സമയത്ത് കണ്ടക്ടറായിട്ടും ബിഹേവ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തേക്കണം. സോളാർ സെല്ലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ കൊണ്ടാണ്. അത് വേണമെങ്കിൽ എഴുതിയേക്കണം. ദീസ് സെൽസ് ആർ മെയ്ഡ് ഫ്രം തിൻ സ്ലൈസസ് ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. പിന്നെ അതേപോലെ തന്നെ ഹൗവർ ദി എഫിഷ്യൻസി ഓഫ് സോളാർ സെൽ ടു കൺവേർട്ട് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് വെരി ലോ. മറ്റ് ഡിവൈസുകളെ വെച്ച് നോക്കുമ്പം സോളാർ സെല്ലിന് അതായത് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ് വ്യത്യാസമാണ്. നമ്മൾ സോളാർ എനർജി പഠിച്ചു. രണ്ടാമത്തേത് ഹീറ്റ് എനർജിയാണ്. ഇത് ഞാൻ എഴുതുന്നില്ല. ഇത് നിങ്ങൾ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് തന്നെ ഒന്ന് എഴുതിയെടുക്കണേ. ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി നോട്ടായിട്ട്. ഞാനതങ്ങ് പറഞ്ഞു വിടുകയാണ്. അതായത് ഹീറ്റ് എനർജി എന്ന് പറയുമ്പോൾ എനർജി റിലീസ്ഡ് ബൈ ബേണിംഗ് ഓഫ് കോളാണ്. അതായത് കോളോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വുഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസോ ഒക്കെ കത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എനർജീനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും സെയിം സാധനം തന്നെ. അതെന്ത് ചെയ്യും? ആ ഹീറ്റ് എനർജിയിൽ നിന്ന് സ്റ്റീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻസ്, ഫാൻസ് റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ, അതായത് സ്റ്റീം എഞ്ചിൻ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാമെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഓൺ ബേണിംഗ് കോൾ, വുഡ് ഓർ ഗ്യാസ് ഈസ് ഹീറ്റ് എനർജി. ആൻഡ് ദ സ്റ്റീം ഒബ്റ്റൈൻഡ് ഓൺ ഹീറ്റിംഗ് വാട്ടർ possess heat energy and it has a capacity to do work. In steam engine, heat energy of a steam is used to obtain work, mechanical energy. We receive heat energy on earth directly from sun. അതായത് നമുക്ക് ഹീറ്റ് എനർജി 2-3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സണ്ണിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നതെന്നല്ല. ശരിക്കും ജിയോതെർമൽ എനർജി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഭൂമിക്ക് പലയിടത്ത് ഈ വോൾക്കാനോ പുറത്തോട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അതായത് വലിയ രീതിയിലുള്ള വോൾക്കാനോ വരുന്ന ഭാഗങ്ങളല്ല, ചെറിയ രീതിയിലുള്ള. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ലൈറ്റ് എനർജിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ അത് ഫോം ഓഫ് എനർജിയാണ്. നമുക്ക് മറ്റുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ ഉപയോഗിക്കുന്നത് എനർജിയാണത്. അതൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. പിന്നെ അതേപോലെ തന്നെ മൂണിന് കിട്ടുന്ന, അല്ലെങ്കിൽ മൂണിന് നമുക്ക് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് മൂണിൻ്റെ ലൈറ്റ് അല്ല, സണ്ണിൻ്റെ ലൈറ്റ് മൂണിൽ അടിച്ചിട്ട് മൂണിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് നമുക്കത് കാണുന്നത്. പിന്നെ
Many sources such as fire, burning candle, etc. also give light energy along with the heat energy. Okay. അടുത്തത് കെമിക്കൽ എനർജിയാണ്, അല്ലെ ഫ്യൂവൽ എനർജി. ദ എനർജി പ്രൊസസ്ഡ് ബൈ ഫോസിൽ ഫ്യൂവൽ സച്ച് ആസ് കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ കോൾഡ് കെമിക്കൽ എനർജി. അതായത് കോളോ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സോ നാച്ചുറൽ ഗ്യാസോ ഒക്കെ കത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. ദീസ് ഫ്യൂവൽ കണ്ടെയ്ൻ കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ദം. വെൻ ഫ്യൂവൽസ് ആർ ബേൺ, ദി കെമിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് ആൻഡ് light energy, and the food that we eat also has chemical energy in it. Plant convert the solar energy into chemical energy of food during the process of photosynthesis. A battery has chemical energy stored in it and it provides electrical energy when in use by a chemical reaction which takes place inside it. അതായത് കെമിക്കൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു ബേണിംഗ് ഓഫ് പെട്രോളിയം, കോൾ, അതൊക്കെ കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കെമിക്കൽ എനർജിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ സണ്ണിൻ്റെ എനർജി വെച്ചിട്ട് സണ്ണിൻ്റെ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് ഫുഡ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ടോ ഒക്കെ സ്റ്റോർ ആകുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ധനു ഒരു 7:20 കഴിഞ്ഞ് കയറിയാൽ മതിടാ. ധനു കേൾക്കാമോ? ഓക്കെ. ഇനിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പറയാനാണ്. പിന്നെ പറഞ്ഞ പോലെ ബാറ്ററിക്കകത്ത് കെമിക്കൽ എനർജിയാണ് പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. ഈ ഫോണിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ കുത്തിയിട്ടായിരുന്നു. ആ കുത്തിയിട്ട സമയത്ത് ഇലക്ട്രിക്കൽ എനർജി അതിനകത്ത് കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ആയിട്ടിരിക്കുമായിരുന്നു ചാർജ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ ഇതിനകത്തുള്ള കെമിക്കൽ എനർജി എന്തായിട്ട് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക, അല്ലെ എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദിവസം അങ്ങനെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും ഇത് റീചാർജബിളാണ്. അപ്പോൾ ഇവിടെയും കെമിക്കൽ എനർജിയുടെ കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ഹൈഡ്രോ എനർജി ഉണ്ട്. ഹൈഡ്രോ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഡാം ഒരു ഹൈഡ്രോ എനർജിയുടെ എക്സാമ്പിളാണ്. കാരണം ഫാസ്റ്റ് മൂവിങ് വാട്ടർ മൂലം ഉണ്ടാക്കുന്ന എനർജി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയാലോ. അതായത് ഹൈറ്റുള്ള ഏരിയയിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഏതെങ്കിലും ഓപ്പണിംഗ് വഴി വെള്ളം താഴോട്ട് ശക്തമായിട്ട് വീഴുകയും ആ വീഴുന്നത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന് കാരണമാകുകയും ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്കിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ സെഷൻ എടുക്കാനും അതേപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കാരണക്കാരനായത് കറണ്ടാണ്. ആ കറണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാമിൽ നിന്നാണ്. മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്കിപ്പോൾ കറണ്ട് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 400 കിലോമീറ്റർ അപ്പുറത്താണ് മൂലമറ്റം പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇലക്ട്രിക്കൽ എനർജി നമുക്കറിയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഡ്രൈ ബോഡി തമ്മിൽ ഉരച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. പണ്ട് നമ്മൾ ഈ സ്കെയിൽ എടുത്തിട്ട് ഡ്രൈ ഹെയറിൽ ഉരച്ചിട്ട് പേപ്പറിനെ മണ്ടയ്ക്ക് കാണിക്കുമ്പോൾ ആ പേപ്പർ അതിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അതെല്ലാം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തുണ്ടാകുന്നത്. അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന കറണ്ട്. അതായത് ഡാമിൽ നിന്ന് ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെ ഇവിടം വരെ എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അതാണ്. പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് ഇലക്ട്രിക് സെല്ല്, അതായത് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്തെല്ലാം ഇലക്ട്രോൺ ഫ്ലോയുടെ കാരണം കൊണ്ടാണ് ഈ കറണ്ട് ഉണ്ടാകുന്നത്. പിന്നെ ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ ഈ 2 ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ന്യൂക്ലിയസ് ആകുമ്പോഴും 2 ചെറിയ ന്യൂക്ലിയസ് കൂട്ടിയിടിച്ചിട്ട് വലിയ ന്യൂക്ലിയസ് ആകുമ്പോഴും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിനാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. പണ്ട് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബ് ഒരു ന്യൂക്ലിയർ എനർജിയുടെ ഭാഗമായിട്ടാണ് അവിടെ അത്രയും നാശനഷ്ടം ഉണ്ടായത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിൽ നിന്ന് വീണ്ടും 4 ഫ്രാഗ്മെൻറ്റ് ഉണ്ടാകുക. ആ 4 എന്ന് പറയുന്നത് വീണ്ടും 8 ആവുക, 8 16 ആവുക, 16 32 ആവുക, 32 64 128 ആവുക, 256 ആവുക, 512 ആവുക, അങ്ങനെ 1024 ആവുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പൊട്ടി തെറിച്ചിട്ടാണ് ഒരു ഏരിയ ഫുള്ള് കത്തി നശിക്കുന്നത്. അപ്പം അതും ഈ ന്യൂക്ലിയർ എനർജിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ജിയോ തെർമൽ എനർജിയെ പറ്റി ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് നമ്മുടെ ഇൻസൈഡ് എർത്തിൽ ഈ ചില ഈ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നടക്കാൻ സാധ്യതയുള്ളത്. അതായത് വലിയ അഗ്നിപർവ്വതങ്ങളല്ല, അല്ലാതെ ചെറിയ ഏരിയ ഉണ്ട്. ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ട്രാവലറാണ്. അപ്പോൾ ഞാൻ പല ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ
മണാലി പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കാശി പോലുള്ള സ്ഥലങ്ങൾ, ബദ്രിനാഥ്, ഇവിടങ്ങളിലൊക്കെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? മഞ്ഞ് മൂടി കിടക്കുവാണെങ്കിലും ആ വെള്ളം വരുന്ന ഭാഗത്ത് തിളച്ച വെള്ളമായിരിക്കും വരുന്നത്. സറൗണ്ടിങ് ഫുള്ള് മഞ്ഞ് മൂടി കട്ട പിടിച്ച് കിടക്കുവാണ്. നമുക്ക് ഒരു 5 ജാക്കറ്റ് ഇടാതെ, മിനിമം ഒരു 5 ജാക്കറ്റ് ഇടാതെ തണുപ്പ് കാലത്ത് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കും വരുന്നത്. അത് ഹോട്ട് സ്പ്രിങ്സ് ആണ്. അപ്പോൾ ആ ഹോട്ട് സ്പ്രിങ്സ് എപ്പോഴും എന്ത് ചെയ്യും? പുക വന്നുകൊണ്ടിരിക്കും. ആ പുക ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഏരിയാസൊക്കെ ഉണ്ട്. ആ 3 എനർജീസിനെയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വിൻഡ് എനർജി ഉണ്ട്. വിൻഡ് എനർജി നമുക്കറിയാം, വിൻഡ് മിൽ, അതായത് വിൻഡിൻ്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അവിടെയും ഇത് തന്നെ വിൻഡിൻ്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു ടർബൈനുമായിട്ടാണ് ആ ഫാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടർബൈൻ ജനറേറ്ററാണ് അതെന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. പിന്നെ സൗണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഒരു വൈബ്രേറ്റിംഗ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട എനർജീനെയാണ് നമ്മൾ സൗണ്ട് എനർജി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സാധനം നിങ്ങളുടെ അവിടോട്ട് എത്തുന്നതും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് നേരിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന കാര്യം നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് സിംപ്ലി എയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണം. എൻ്റെ ചുണ്ടിൻ്റെ വെളിയിലുള്ള എയർ മോളിക്യൂൾസ് പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്ത് തൊട്ടടുത്ത മോളിക്യൂൾസിൽ ഇടിക്കുകയും അത് വൈബ്രേറ്റ് ചെയ്യും. അത് തൊട്ടടുത്ത മോളിക്യൂൾ ഇടിക്കുകയും അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നിങ്ങളുടെ ചെവിയുടെ അകത്ത് ഒരു ഇയർ ഡ്രം ഉണ്ട്. ആ ഇയർ ഡ്രമ്മിൻ്റെ തൊട്ട് വെളിയിലുള്ള എയർ മോളിക്യൂൾസിനെ വരെ അത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന സംഭവം നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത്. അപ്പോൾ ഇതിനെയാണ് സൗണ്ട് എനർജി എന്ന് പറയാം. പിന്നെ മാഗ്നറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 2, അതായത് നോർത്ത് പോൾ, നമുക്കറിയാമല്ലോ മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും അടുത്തടുത്ത് കൊണ്ടുവന്നാൽ ഇതിനെ അടുപ്പിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഇതിങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു സൗത്ത് പോളും നോർത്ത് പോളും നിങ്ങൾ അടുത്ത് കൊണ്ടു നോക്കി കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലി പറയുന്നത് 2 മാഗ്നറ്റ് എടുത്ത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് ഇരുമ്പും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അട്രാക്ട് ചെയ്യപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനിടയിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അതുമൂലം ഉണ്ടാകുന്ന എനർജീനെയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. പിന്നെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ എനർജീനെയും മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. റെസ്റ്റിലിരിക്കുന്ന ഉണ്ടാകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി, അതൊരു മെക്കാനിക്കൽ എനർജിയാണ്. മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന എനർജിനെയും അത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അത് മെക്കാനിക്കൽ എനർജി തന്നെയാണ്. പിന്നെ എനർജി കൺവേർഷനെ പറ്റി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുക. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വിൻഡ് മില്ല് അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിൻഡ് വെച്ചിട്ട് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. അതുമൂലമാണ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നത്. ഓക്കെ. അതുപോലെ ഡൈനാമോ ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കിള് നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ട് സൈക്കിളിൽ ലൈറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ ചാട് കറങ്ങുന്ന സമയത്ത് ലൈറ്റ് കത്തുമായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന സംഭവങ്ങളാണ്. പണ്ടെന്ന് പറയുമ്പോൾ ചാട് കറങ്ങുമ്പോഴാണ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അത് മെക്കാനിക്കൽ, ചാട് കറങ്ങുന്ന സമയത്ത് മെഷീൻ ചെയ്യുന്ന വർക്കിനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി അവിടെ എന്തായിട്ട് മാറുക? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. ഇനി മോട്ടർ എന്തായിരുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ മോട്ടർ എന്തായിരുന്നത്? നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ മോട്ടർ എന്ത് ചെയ്യും? കിണറ്റിലെ വെള്ളം എന്ത് ചെയ്യും? സക്ക് ചെയ്തെടുത്തിട്ട് നേരെ എവിടെ നമ്മുടെ വീടിൻ്റെ മണ്ടക്കത്തെ ടാങ്കിൽ അടിച്ച് കയറ്റും. അവിടെ ഇലക്ട്രിക്കൽ എനർജി തിരിച്ച് മെക്കാനിക്കൽ എനർജി ആക്കുക. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുക. അതായത് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഡൈനാമോ, മോട്ടർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണല്ലോ മോട്ടർ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു കൺവേർഷൻ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് അയൺ, തേപ്പൂട്ടി എന്താ ഉണ്ടാകുന്നത്? തേപ്പൂട്ടി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഹീറ്റ് എനർജി ഉണ്ടാക്കുകയാണ്. ഓക്കെ. ഇനി തെർമോ കപ്പിൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് കലോറിമെട്രിക്കകത്ത്. അത് നേരെ തിരിച്ചാണ്. ഹീറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ആളാണ് തെർമോ കപ്പിൾ. പിന്നെ ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആക്കുന്ന ആളാണ് ലൗഡ് സ്പീക്കർ. സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ആളാണ് മൈക്രോഫോൺ. നമുക്കറിയാം, നമ്മൾ പാടുന്ന സമയത്ത് അത് സ്പീക്കറെ കേൾക്കാൻ കാരണം നമ്മൾ പാടുന്ന സാധനം വയർ വഴി നേരെ എന്ത് ചെയ്യുന്നു? സ്പീക്കറെ കണക്ട് ചെയ്തുകൊണ്ട് അത് കേൾക്കുന്നു. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്, സൗണ്ട് എനർജി. പിന്നെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എനർജി വീണ്ടും തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കെമിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്ന ഒരു സംഭവം എന്ന് പറയുമ്പം ക്യാൻഡിൽ, അത് കെമിക്കൽ എനർജി ലൈറ്റ് എനർജി ആകാണ്. പിന്നെ അതേപോലെ തന്നെ തിരിച്ച് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഫോട്ടോസിന്തസിസ് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആക്കുന്നത് ബൾബ് ഒരു എക്സാമ്പിൾ എടുക്കാം, ട്യൂബ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇനി തിരിച്ച് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അത് ഫോട്ടോ സെൽ എന്നാണ് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ഫോട്ടോ സെൽ. നിങ്ങൾ ടെക്സ്റ്റിനകത്തുണ്ട്, ആ ടെക്സ്റ്റിനകത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്, വേറെ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
പിന്നെ അത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയേ ഉള്ളല്ലോ. വേറെ ദ വാട്ടർ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയുടെ കേസിൽ പറയുമ്പോൾ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവോയർ ഓഫ് എ ഡാം ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി. വെൻ വാട്ടർ ഫോൾസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് ആൻഡ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. If falling water is made to rotate a turbine near the bottom of the dam, the kinetic energy of the water is transferred to turbine in the form of rotational kinetic energy, due to which it rotates, and the turbine rotates the armature of generator connected to it, and thus the kinetic energy get transformed into electrical energy in the generator. സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് ഡാം ഒരു വെള്ളം ഹൈറ്റിൽ ഇങ്ങനെ കെട്ടി നിർത്തുമ്പോൾ വെള്ളം നിശ്ചലമാണ്, പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. ഡാം തുറന്നു വിടുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിക്കൊണ്ടിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. ഈ കൈനറ്റിക് എനർജി, ഈ വെള്ളം നേരെ ചെന്ന് വീഴുന്നത് റൊട്ടേറ്റിംഗ് ടർബൈനിലാണ്. ഒരു എന്താ നമ്മൾ ഈ പണ്ട് ഈ പാടത്തൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ കടന്നു പോകാൻ വെക്കുന്ന സാധനം, അതാണ് ടർബൈൻ. അത്രയാണ് ടർബൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫാൻ, അതിൻ്റെ ലീഫേ വന്ന് വീഴുന്ന സമയത്ത് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഈ ടർബൈൻ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ജനറേറ്ററിൻ്റെ അർമേച്ചർ കോയിലുമായിട്ടാണ്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേറ്ററിൻ്റെ അർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയും അപ്പം മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയി മാറുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ഇൻ ഇലക്ട്രിക് മോട്ടർ. പിന്നെ ഇലക്ട്രിക് കറണ്ട്, അതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് നേരെ നമ്മുടെ എന്താണ് അതിനകത്ത് ഈ ഇലക്ട്രിക് മോട്ടറിനകത്ത് ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതായത് അർമേച്ചർ കോയിൽ തന്നെയാണ്. അത് റൊട്ടേറ്റ് ചെയ്യപ്പെടും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മെക്കാനിക്കൽ എനർജി നമ്മൾ എന്താണ് സ്വിച്ച് ഇടുന്ന സമയത്താണ് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ജനറേറ്ററിനകത്ത് നേരെ തിരിച്ചാണ്, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുക ചെയ്യുന്നത്. മോട്ടറിനകത്ത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെയാണ് അവിടെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. പിന്നെ മെക്കാനിക്കൽ എനർജി മീൻസ് മെഷീൻസ് ചെയ്യുന്ന വർക്ക്. മെഷീൻ അവിടെ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ വാട്ടർ, കിണറ്റിൽ കിടക്കുന്ന വാട്ടർ സക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ പൈപ്പിനകത്തൂടെ നേരെ മണ്ടയ്ക്ക് കയറ്റി ടാങ്കിൽ അടിച്ച് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഹീറ്റർ നമുക്ക് എടുക്കാം. ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഇതാണ്. ടോസ്റ്റർ, അത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗെയ്സർ, അതും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. കുറേ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയേ. വേറെ എന്തെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞാൻ 2 ക്ലാസ് കൊണ്ട് തീർത്ത് തരാമെന്നായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റേ ഇതാണ്. ഏതാ? ആ ലാസ്റ്റ് ടോപ്പിക്ക്, അതായത് എനിക്കൊന്ന് കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിച്ചിട്ട് ഈ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ അത്ര ഒന്ന് വായിച്ചു നോക്കാമോ? ഒരു 5 മിനിറ്റ് തരാം, അത്ര ഒന്ന് വായിച്ചു നോക്കിയാൽ. അതായത് ആ എനർജിയുടെ ഭാഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു എന്നിട്ട്.
വായിച്ച് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.